ഹലോ, നീ എവിടെയാണ്? ഞാൻ ഇപ്പോൾ ഊണണിക്കേണ്ട ക്വാർട്ടേഴ്സിലേക്ക് വന്നതാണ്. അതെ, അത് നമുക്ക് ശരിയാക്കാന്നേ. നിന്റെ ഹസ്ബൻഡ് എത്ര നാളുണ്ട് ഗൾഫിലാണ്? ഓ, അവനൊന്നും അറിയത്തില്ല. നമുക്കറിയാന്നേ, ഇതിൽ ഗൾഫിൽ ജോലിയുള്ള ഹസ്ബൻഡ് ഗൾഫിലാണെങ്കിൽ ഭാര്യമാർ ഇങ്ങനെയൊക്കെ വിഷയങ്ങളിനകത്ത് പെടാറുണ്ട് അബദ്ധത്തിൽ. പക്ഷേ ഇത് ഇങ്ങനെ ഇടങ്ങേറാവുമെന്ന് നിങ്ങൾ വിചാരിക്കത്തില്ലല്ലോ. അതൊക്കെ ഞാൻ ശരിയാക്കാം. മറ്റവന്റെ കാര്യം ഒതുക്കി തീർക്കാന്നേ. അവനെ ഏതെങ്കിലും ഒരു കഞ്ചാവ് കേസ് ഞാൻ പെടുത്തിക്കാന്നേ. പിന്നെ ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ് ഇരിക്കല്ലേ, അതൊക്കെ നമുക്ക് റെഡിയാക്കാം. പിന്നെ നീങ്ങ് വാ, നീന്ന് വാന്നേ, നമുക്കത് ശരിയാക്കാം. ഇന്ന് തന്നെ ഒതുക്കി തീർക്കാതെ. നീങ്ങ് വാ, എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട്. ക്വാർട്ടേഴ്സ് ഞാൻ മാത്രമേ ഉള്ളൂ. വാ. പിന്നെ എന്താന്നേ, എനിക്ക് 4 മണിക്കൊരു കേസ് അന്വേഷണത്തിന് പോകണം. നീ പെട്ടെന്ന് വാ. ശരി, ആയിക്കോട്ടെ. വരണേ, എളുപ്പം വരണേ. ശരി. ബാബു, നീ എവിടെയാ ഉള്ളത്? ആരെയും ഇങ്ങോട്ട് കൊണ്ടുപോവാ. ഒരു കാര്യമുണ്ട്. ഇനിയിപ്പോൾ എന്തായാലും ഓഫീസിൽ പോകാൻ പറ്റത്തില്ല. ഒരു കേസ് കേട്ടുണ്ട്. നീ ഒന്ന് എളുപ്പം പറഞ്ഞ കേട്ടോ. ശരി, പെട്ടെന്ന് പറഞ്ഞേ. അന്തപുരം താമസിക്കരുത്. ശരി. ഒന്നുമില്ല സാർ, ഒന്നുമില്ല. നീ എന്താ പരിപാടി കാണിച്ചിരിക്കണേ സാർ? അത് നീ ആ ബാബു എടുത്ത് സാർ പോയി അടക്കണി. എല്ലാം കഴിഞ്ഞിട്ടൊന്ന് പേടി. ഇവിടെ വരാനുള്ള പേടി. എന്താണ് പ്രശ്നം? പറ. എന്താ സാർ? ഇത് എന്തിനെങ്കിലും എന്നെ ഇതിന് ഊരി തരണമെന്ന്. ഇല്ല സാർ, അത് ആദ്യമായിട്ടൊക്കെ ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുള്ള അതുകൊണ്ടുള്ളൊരിതാണ്. ആദ്യമായിട്ട് ഇങ്ങനെ പിടിച്ചിട്ടുള്ളത്. അല്ല സാർ, ആദ്യമായിട്ടാ.
നീ ഇതൊക്കെ നേരത്തെ ആലോചിച്ചിട്ടൊക്കെ ചെയ്യുന്നുണ്ടാ? സാർ ഓർത്തില്ല സാർ ഇങ്ങനെയൊക്കെ ആവുമെന്ന്. എല്ലാം ആലോചിച്ചോണ്ടല്ലേ ഇതൊക്കെ പരിപാടി ചെയ്തത്? സാർ കെട്ടിയിട്ട് ഗൾഫില് അവരൊക്കെ കഷ്ടപ്പെടുന്നു ഇതിനു വേണ്ടിയിട്ട്. എങ്ങനെ ഇത് ഒഴിച്ചു തരണമെന്ന്. എനിക്ക് മക്കളും ഭർത്താവുകളാണ്. ഇത് എങ്ങനെയാ സംഭവിച്ചത്? അറിയത്തില്ല എങ്ങനെയാണ് ഇവനോട് പഠിക്കുന്നത്? സാർ എന്റെ വീട്ടിലെ ഓട്ടോറിക്ഷയ്ക്ക് വിളിക്കുന്ന ഇയാളെ ഞാൻ എന്റെ കുഞ്ഞിലേക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമ്പോഴും എവിടെയെങ്കിലും സാധനം മേടിക്കാൻ പോകുമ്പോഴേക്കും ആളിന്റെ ഓട്ടോറിക്ഷ വിളിച്ചാ കൊണ്ടുപോകുന്നത്. ഓ അങ്ങനെ അല്ലേ സാർ? നിനക്കൊരു കെട്ടിയോന്ന് ബഹുമാനപ്പെട്ടോ? അവൻ നിനക്ക് വേണ്ടിയിട്ടല്ലേ മരുഭൂമിക്ക് കഷ്ടപ്പെട്ടത്? പോട്ടെ, ഇതൊക്കെ എന്തായാലും ശരിയാക്കണം കേട്ടോ. എന്റെ കയ്യിലൊന്ന് പെട്ടോണ്ട് നന്നായി. ഇതൊരു എങ്ങനെയെങ്കിലും ഊരിത്തരണം. ഊരിത്തരാം. നീ വാ, അടുത്ത് വാ, നമുക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാം. നീ കഴിക്കോ? പേടിക്കണ്ട, കഴിക്കോ? ഇച്ചിരി കഴിച്ചു നോക്ക്, കുറച്ചൊന്ന് കഴിച്ചു. ഞാനല്ലേ പരിചയമില്ല എനിക്ക്. ഏയ് കള്ളം പറയാതെ. ഇടി, കഴിഞ്ഞ പ്രാവശ്യം നിന്റെ കെട്ടിയോ ഗൾഫിൽ നിന്നപ്പോ എനിക്കൊരു സാധനം കൊണ്ടുവന്നായിരുന്നല്ലോ. ഞാൻ അടിക്കത്തില്ല. അന്ന് പറഞ്ഞല്ലോ അവനടുത്ത്, ചേട്ടാ എനിക്ക് പെണ്ണുമ്പഴത്ത് വീട്ടിൽ വന്ന് സെറ്റ് ആവണമെന്ന്. നീ ചെന്ന് കഴിച്ചേ. അവന്റെ കേസായോണ്ട് ഞാൻ ഇടപെട്ടത്. ഇല്ലെന്നെ കാണായിരുന്നു. മനസ്സിലായോ? ഞാനെന്റെ കെട്ടിയോട് പറഞ്ഞോ? വേണ്ട സാറേ, വേണ്ട. നീ കരയുന്ന വേണ്ട, നീ അതൊക്കെ പിടിപ്പിച്ചേ. വേണ്ട സാറേ. പിടിപ്പിക്കടി, നല്ല സാധനമാ, പിടിപ്പിക്കേ. നീ കാര്യങ്ങളൊക്കെ നമുക്ക് ശരിയാക്കാം. നീ ഒന്ന് പിടിപ്പിക്കില്ല, കരയണ്ട. പിടിപ്പിച്ചു. നീ എന്ന് പിടിപ്പിക്കേ. പോട്ടെന്ന് ഒറ്റ പിടിക്കുന്നു, പോട്ടെ. ഇല്ല, പിടിപ്പിക്കേ. കേസ് ഒതുക്കണമെങ്കിൽ മതി. അതന്നെ, ഗ്ലാസ് ഓടണ്ട. നീங்க വാ, നമുക്ക് ശരിയാക്കാം. അതെ, എത്ര തുടങ്ങിട്ട് ആയിട്ടില്ല സാറേ, കുറച്ച് ദിവസമേ ആയിട്ടുള്ളൂ. പറ്റിപ്പോയി എനിക്ക്. സാറേ എന്നെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം. തന്നെ ഞാൻ രക്ഷിക്കാം. പക്ഷെ ഒരു കാര്യം, ഞാൻ ഈ സ്റ്റേഷനിലോട്ട് പോകുന്നതല്ലേ, ഞാൻ വിളിക്കുമ്പോൾ നീ പറഞ്ഞു. അതെന്താ ആരും അറിയില്ല, ഞാൻ മാത്രം. ഞാൻ ഉച്ചയ്ക്ക് ശേഷം വിളിക്കാം. എന്താ ഇനി 10 പേര് അറിഞ്ഞ് നിന്നെ ലോഡ് ചെയ്യുന്ന ഓട്ടോക്കാരന്റെ കൂടെ പോലീസ് സ്റ്റേഷനിൽ പോലീസ് ജീപ്പിൽ പിടിച്ച് കയറ്റിയപ്പോ നിനക്ക് ആരും അറിയണ്ടായിരുന്നത്? ഇപ്പൊ ഇവിടെ ഞാൻ മാത്രമേ ഉള്ളൂ, ഇവിടെ വേറെ ആരും പറ്റില്ല. മനസ്സിലായി? ഇച്ചിരി ഒന്ന് ഓടിയതാണല്ലോ. ആദ്യമായിട്ടല്ലല്ലോ. ആ ലോഡ് ചെയ്യാതെ ഞാൻ ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ അങ്ങനെ അല്ലല്ലോ പറഞ്ഞു. ഇനി എന്തായാലും നീ പുറത്തൊന്നും പോണ്ട, എന്റെ കസ്റ്റഡി തന്നെ ഇരിക്കുന്നു. മനസ്സിലായോ? പേടിക്കണ്ട. ചുമ്മാ ഇരിക്കടി. വേണ്ട സാർ.